ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷംനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വൈറ്റ് ലൈമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലൈമാണ്. നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ കുടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ലൈമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ലൈം റെഡിയാക്കി എടുക്കുക നോക്കാം. ഈ വൈറ്റ് ലൈം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മിക്സിൻ്റെ ജാറിലേക്ക് പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് ഇനി സ്പെഷ്യലാക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബദാമും കാഷ്യൂനട്ടും അതുപോലെ തന്നെ ഏലക്കായും എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ഏലക്കായും 10 കാഷ്യൂനട്ടും 10 ബദാമുമാണ് എടുത്തത്. അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇത്രയും അളവിലൊന്നും ഉണ്ടാക്കില്ല എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് അളവിലെടുത്താൽ മതിയാവും. ഞാൻ കുറച്ച് കൂടുതൽ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബദാം ഒറ്റയ്ക്ക് എടുത്താലും കാഷ്യൂനട്ട് മാത്രം എടുത്താലും കുഴപ്പമില്ല. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഏലക്കായും ബദാമും കാഷ്യൂനട്ടും പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലൈം റെഡിയാക്കാൻ വേണ്ടത് ചെറിയൊരു പീസ് ഇഞ്ചിയും അതുപോലെ തന്നെ ചെറുനാരങ്ങയാണ്. ഞാനിപ്പോൾ ഏകദേശം 3 ചെറിയ ചെറുനാരങ്ങയാണ് എടുത്തത്. അപ്പോൾ നിങ്ങളെ അളവിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഇത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ തൊലിയും കുരുവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കളയുമ്പോൾ. അപ്പോൾ നമ്മൾ തൊലി കളയുമ്പോൾ അതിൻ്റെ വൈറ്റ് പാർട്ട് വരില്ലേ, തൊലി കളഞ്ഞതിന് ശേഷം ആ ഒരു വൈറ്റ് പാർട്ട് കൂടി കളയണം, അല്ലെങ്കിൽ കയ്പ്പ് വരും. അതുപോലെ തന്നെ കുരുവ് ഇതിൽ കുടുങ്ങിയാലും നല്ല കയ്പ്പ് വരും. അപ്പോൾ അത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. അത് രണ്ടും കളഞ്ഞതിന് ശേഷം മാത്രം ഈ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഐസ് ക്യൂബ് ഇട്ടിട്ട് അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല തണുപ്പുണ്ടെങ്കിലാണ് ഈ ഒരു വൈറ്റ് ലൈം കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏലക്കായൻ്റെ തൊലീൻ്റെ ഇതും അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചിയും ചെറുനാരങ്ങയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളൂടിയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വൈറ്റ് ലൈം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് ലൈമാണ്. അപ്പോൾ നിങ്ങൾ ഈ തൊലി കളയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊലി കളഞ്ഞതിന് ശേഷം അതിൻ്റെ പുറത്ത് വരുന്ന വൈറ്റ് പാർട്ടൊക്കെ കളയണം, എങ്കിൽ മാത്രമേ കയ്പില്ലാതിരിക്കുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ കുരു ഒന്നുപോലും കുടുങ്ങി പോവരുത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ലൈമാണ്. പിന്നെ ഇതിൻ്റെ വൈറ്റ് കളറ് അങ്ങനെ പെട്ടെന്നങ്ങ് പോവൊന്നുമില്ല, കുറേ ടൈം നിൽക്കും വൈറ്റ് കളറ്. നമ്മളിതിൽ കാഷ്യൂനട്ടും ബദാമൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ ആ വൈറ്റ് കളറ് ഇതിൽ നിന്ന് പോവില്ല, അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ലൈം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത തന്നെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.